കടലിനെയും കടലോരത്തെയും പ്ലാസ്റ്റിക് മുക്തമാക്കി കടലിന്റെ ആവാസ വ്യവസ്ഥ വീണ്ടെടുക്കുന്നതിനായി ശുചിത്വ സാഗരം സുന്ദരതീരം പദ്ധതിയുടെ രണ്ടാം ഘട്ട പ്രവർത്തനമായ ഏകദിന പ്ലാസ്റ്റിക് നിർമ്മാർജ്ജനം നടത്തുമെന്ന് ഡെപ്യൂട്ടി ഫിഷറീസ് ഡയറക്ടർ ഇൻചാർജ് PV പ്രീത കണ്ണൂരിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കടലിനെയും കടലോരത്തെയും പ്ലാസ്റ്റിക് മുക്തമാക്കി കടലിന്റെ ആവാസ വ്യവസ്ഥ വീണ്ടെടുക്കുന്നതിനായി ശുചിത്വ സാഗരം സുന്ദരതീരം പദ്ധതിയുടെ രണ്ടാം ഘട്ട പ്രവർത്തനമായ ഏകദിന പ്ലാസ്റ്റിക് നിർമ്മാർജ്ജനം ഏപ്രിൽ 11 രാവിലെ 7 മണി മുതൽ 11 മണി വരെ ജില്ലയിലെ ന്യൂമാഹി, ധർമ്മടം, മുഴപ്പിലങ്ങാട്, അഴീക്കോട്, മാടായി, മാട്ടൂൽ, രാമന്തളി ഗ്രാമപഞ്ചായത്തുകളിലും തലശ്ശേരി നഗരസഭയിലും കണ്ണൂർ കോർപ്പറേഷനിലും നടത്തുമെന്ന് ഡെപ്യൂട്ടി ഫിഷറീസ് ഡയറക്ടർ ഇൻചാർജ് PV പ്രീത കണ്ണൂർ പ്രസ് ക്ലബിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും നിശ്ചയിക്കപ്പെട്ട ആക്ഷൻ പോയിന്റുകൾ കേന്ദ്രീകരിച്ചാണ് പ്ലാസ്റ്റിക് നിർമ്മാർജ്ജന യജ്ഞം നടക്കുന്നത്. ഇത്തരത്തിൽ കണ്ണൂർ ജില്ലയിൽ 57 കേന്ദ്രങ്ങൾ പ്രവർത്തന സജ്ജമാവുകയും ശുചീകരണ പ്രവർത്തനങ്ങൾക്കായി വളണ്ടിയർമാരെ രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ശേഖരിക്കുന്ന മാലിന്യങ്ങൾ തരംതിരിച്ച് വിവിധ ഏജൻസികളുടെ ചുമതലയിൽ ഷ്രെഡിംഗ് യൂണിറ്റുകളിലേക്ക് മാറ്റി ശാസ്ത്രീയമായി സംസ്കരിക്കുന്നതിനുള്ള ക്രമീകരണങ്ങൾ ചെയ്തിട്ടുണ്ട്. വാർത്താ സമ്മേളനത്തിൽ V രജിത, PV സരിത, RS അഖിൽ എന്നിവരും പങ്കെടുത്തു. കേരള സർക്കാർ ഫിഷറീസ് വകുപ്പ് മറ്റ് വിവിധ വകുപ്പുകളും ഏജൻസികളുമായി ചേർന്ന് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ശുചിത്വ സാഗരം സുന്ദരതീരം പദ്ധതി. ഇതിൻ്റെ ആദ്യഘട്ടം 2022-23 നടന്നിട്ടുണ്ടായിരുന്നു. ബോധവൽക്കരണ പരിപാടികളും സെമിനാറുകളും റാലികളും എല്ലായിട്ടായിരുന്നു നടത്തിയിരുന്നത്. ഇതിൻ്റെ രണ്ടാം ഘട്ടമായിട്ട് തീരദേശത്തു നിന്ന് പ്ലാസ്റ്റിക് നിർമ്മാർജ്ജന യജ്ഞമാണ് നമ്മൾ ഏപ്രിൽ 11 നടത്താൻ പോകുന്നത്. മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ HNN. നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ 9447691771 9074215391. നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജനറ്റ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അതെന്ത് ചോദ്യാന്ന്? ആരെങ്കിലും ഒട്ടുപാലം എടുക്കാണ്ട് പോവാ? ഒട്ടുപാലം കെട്ടിപ്പിടിച്ചങ്ങോട്ട് ഇരുന്നോ? എന്റെ മനുഷ്യ റബ്ബർ ഷീറ്റ് ഇങ്ങനെ കുന്നുകൂട്ടിട്ട് എന്തോ ഉണ്ടാക്കാനാ? എന്നെ എന്തായാലും എന്റെ ഷീറ്റിനെ കളിച്ച് എന്റെ കയ്യിൽ നിന്ന് മേടിക്കുന്നീ. അത് കറക്റ്റ്. ഉള്ള സമയത്ത് ഇതൊക്കെ ഒന്ന് തൂക്കി വിട്ടിട്ട് കാശൊന്നും കൊണ്ടെത്താ മനുഷ്യ. MS ഗോൾഡ് പോയി കുറച്ച് സ്വർണ്ണം വാങ്ങട്ടെ. അത് യോറിന് എന്ത്? ഇതിന്റെയൊക്കെ വില എപ്പോഴാ കുത്തനെ വീഴുന്ന ആർക്കറിയാം മനുഷ്യ. സിസിലി ആ പറഞ്ഞത് നേരാണ്. റബ്ബർ ഷീറ്റിന്റെ വില സ്ഥായിയല്ല, എപ്പോ വേണമെങ്കിലും താഴേക്ക് പോകാം. പക്ഷെ സ്വർണത്തിന്റെ വില അങ്ങനെയല്ല, അത് റോക്കറ്റ് പോലെ കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പറഞ്ഞു കൊടുക്കും മാഷേ. മാത്രവുമല്ല MS ഗോൾഡിന്റെ സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ പണിക്കൂലിയുമില്ല. എന്റെ പുടിയെ MS Gold and Diamonds, Iriti, Peravur, Ramanagara, Kanagapura, the real source of purity.